എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു ഓർമ്മപ്പെടുത്തലിന് വന്നതാണ്. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു റിയലൈസേഷൻ, ഇങ്ങോട്ട് റിയലൈസേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓർക്കാൻ മറന്നു പോകുന്ന ചില കാര്യം, അത് പറയാൻ വേണ്ടിയിട്ടാണ്. കൊച്ചു കുട്ടികൾക്ക് എത്രയും മനസ്സിലാവും ഞാൻ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നോക്കാം. ഞങ്ങളൊരു റീസെൻ്റ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റിയലൈസേഷന് കഴിഞ്ഞ വർഷം ഒരു ഡെയ്സി ചെടി വാങ്ങിച്ചായിരുന്നു. ഡെയ്സി അറിയാമല്ലോ, നമ്മുടെ സൂര്യകാന്തി പോലെ അതുപോലെ ഇരിക്കും, നമ്മൾ ഡെക്കറേഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന ചെടിയില്ലേ, ആ ചെടി. അത് വാങ്ങിച്ചു, നല്ല ബ്രൈറ്റ് റെഡ് കളറിലൊരു ചെടി വാങ്ങിച്ചു. അത് വാങ്ങിച്ചപ്പം അതിൻ്റെ ആ ചെടിയുടെ ഭംഗി കണ്ടിട്ടാണ് വാങ്ങിച്ചത്. നല്ല ഭംഗി അത് കാണുമ്പോൾ നമുക്കിങ്ങനെ തന്നെ ചിരി വരും, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ അതിനെ വാങ്ങിച്ച് നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവച്ചു. അവരുടെ അടുത്ത് പ്രത്യേകിച്ച് അതിൻ്റെ കെയറിനെ പറ്റിയൊന്നും ചോദിച്ചില്ലായിരുന്നു. സാധാരണ ചെടി പോലെ തന്നെ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം, അങ്ങനെ കൊണ്ടുവച്ചു. അതിൽ ഒരു പൂവുണ്ടായി, രണ്ട് പൂവുണ്ടായി. ആദ്യം കൊണ്ടുവന്ന സമയത്തൊരു പൂവുണ്ടായിരുന്നു, വീണ്ടും ഒരു പൂവും കൂടെ ഉണ്ടായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം പൂവൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇല നല്ലതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓരോ ഇലയായിട്ട് ഉണങ്ങും, പൊഴിഞ്ഞു പോവും. പക്ഷേ വേറൊരു കുഞ്ഞു കമ്പെങ്കിലും വരും. അങ്ങനെ പിന്നെ കുറച്ച് നാൾ അങ്ങനെയായിരുന്നു. ഓരോ ഇല പൊഴിഞ്ഞു പോവും, വേറെ കമ്പ് വരും, വേറെ ഇല വരും, സെയിം പ്രോസസ്സ്, അത് പൊഴിഞ്ഞു പോവും, അങ്ങനെ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇല പൊഴിഞ്ഞു പോവും, പക്ഷെ അടുത്തത് വരുന്നില്ലായിരുന്നു. പൊഴിഞ്ഞു പോകുന്ന അങ്ങനെ അങ്ങ് പോവാം, വേറെ ഇലയൊന്നും വരുന്നില്ലായിരുന്നു. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇലയേ ഇല്ലാതെയായി. അപ്പോൾ എന്നാലും നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു, കാരണം ഓരോരോ ഇലയായിട്ടെങ്കിലും ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു ഇലയില്ലാതെ, അതിനുള്ളിൽ വേറെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഒരു ഇല ഇല്ലാതിരുന്നു. പിന്നെ കുഞ്ഞൊരില വരും, ഇത്തിരി വലുതാവും, അത് പോവും. വീണ്ടും ഒരു ഇല വരും, ഇത്തിരി വലുതാവും, അത് പോവും. അങ്ങനെ കുറേ നാൾ, ഒരു 2-3 മാസം അങ്ങനെ വന്നുപോയി. അപ്പോൾ വെള്ളം ഒഴിക്കാൻ മടി തോന്നിയില്ല, കാരണം അതിന് അറ്റ്ലീസ്റ്റ് ഒരു ഇലയെങ്കിലും വരുന്നുണ്ടല്ലോ എന്നൊരു ഒരിതുകൊണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതും ഇല്ലാതെയായി. അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സമയമായിരുന്നു. ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പം നമ്മളെന്തോ ആ സമയത്ത് വേറെ എന്തോ ചെടി നടാൻ വേണ്ടിയിട്ട് ചട്ടി നോക്കിയപ്പം ഫ്രീ ആയിട്ട് ചട്ടിയൊന്നുമില്ല. അപ്പോൾ ഇതാണെങ്കിൽ വളരുന്നുമില്ല, അതിങ്ങനെ അറ്റ്ലീസ്റ്റ് നേരത്തെ ഒരേലെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി, ഇതിനെ അങ്ങ് കളഞ്ഞിട്ട് ആ ചട്ടിയിൽ വേറെ ചെടി നടാൻ, വെറുതെ എന്തിനാ മണ്ണിനകത്ത് വെറുതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചെടിയെ മണ്ണിനകത്തുനിന്ന് ഇങ്ങനെ ചട്ടിക്കകത്തുനിന്ന് അത് അങ്ങനെ ഇങ്ങനെ വെളിയിലോട്ട് ഇറക്കി എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേരുണ്ട്. കുഞ്ഞു വേര് കുറേ പൊട്ടിപ്പോയി, പക്ഷേ അതിനകത്ത് ആ മദർ റൂട്ട് നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരി എന്നാൽ കളയണ്ട, ഇതിനകത്ത് മണ്ണൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മണ്ണ് മാറ്റി വെച്ചിരിക്കുക. മണ്ണ് മാറ്റി ആ വേരിനെ മാത്രം അതിനകത്ത്, ആ വേരും ചെറിയൊരു കമ്പിൻ്റെ അറ്റം അത്ര ഉണ്ടായിരുന്നുള്ളൂ, അതിനെയും കൂടെ ആ ചട്ടിയിലിട്ട് വെച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരില വന്നു. അപ്പം നമ്മുടെ മനസ്സിലെന്താ, ശരി ഇത് നേരത്തെ അതേ പരിപാടി, വരും പോവും, ഇത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇപ്പോൾ പക്ഷേ അതിലൊരു 5-6 ഇലയുണ്ട്. അപ്പം ആ ചട്ടി മാറ്റി കഴിഞ്ഞപ്പം അത് നേരത്തെ മണ്ണിന് ന്യൂട്രിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഭയങ്കര ചൂടായിരുന്നല്ലോ ആ സമയത്ത്, നല്ല ചൂടുള്ള ക്ലൈമറ്റ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചുകൊണ്ടായിരിക്കും, എന്തോ അറിയത്തില്ല, അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ അത് വളരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനകത്തൊരു 5-6 ഇലയുണ്ട്. അപ്പോൾ ഈ ഇത്രയും നാളത്തെ ഒരു 7-8-9 മാസത്തെ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം അതിൽ ആ ഇല കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ, നമ്മൾ രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, ഈ ചെടി നമ്മൾ ഇല വരുന്നില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിരുന്നെങ്കിലേ അതിപ്പോൾ ഇത്രയും വളരത്തില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. നമുക്കറിയത്തില്ലല്ലോ, കാരണം ചുമ്മാ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ കളഞ്ഞേക്കാന്നാണ് വിചാരിച്ചത്. അറിയത്തില്ലായിരുന്നല്ലോ അതിങ്ങനെ വളരാനൊരു ചാൻസ് ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെയല്ലേ നമ്മുടെ എല്ലാവരുടെയും ലൈഫ്, മനുഷ്യരുടെ എല്ലാം ലൈഫ് എങ്ങനെയല്ലേ, മനുഷ്യരുടെ ആയാലും മൃഗങ്ങളുടെ കൂടുതൽ അറിയത്തില്ലെങ്കിലും മനുഷ്യരുടെ ലൈഫ് അങ്ങനെയല്ലേ. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരുമ്പം, ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം നമ്മൾ എത്ര വർക്കൗട്ട് അകത്ത് ചെയ്താലും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും പുറത്ത് കാണത്തില്ലല്ലോ. അപ്പോൾ എന്താ വിചാരിക്കുന്നത്, പുറമെ കാണുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ഈ ചെടിയെപ്പറ്റി വിചാരിച്ച പോലെ തന്നെ, ഇതിനിപ്പോൾ വളരാനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ച പോലെ തന്നെ സെയിം മെൻറ്റാലിറ്റി ആയിരിക്കും ഒരാൾ നമ്മളെ നോക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? അവരെന്തായിരിക്കും പറയുന്നത് അന്നേരം,
ഇതിപ്പോൾ എന്തുവാ, ഇനിയിപ്പോൾ അതൊന്നും പൊങ്ങി വരാനൊന്നും പോകുന്നില്ല, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ദേ കിടക്കുന്നു. ഇതിപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നങ്ങൾ വന്ന് ഞങ്ങളൊക്കെ ഇത്രയും ഇതായിട്ട് വന്നില്ല. എന്നിട്ടാണോ ഇത്ര ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ അങ്ങ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതേ സിറ്റുവേഷനിലായിരുന്നു ആ കുട്ടി, എന്നിട്ട് അത് ചെയ്യുന്ന കണ്ടില്ലേ? അല്ലെങ്കിൽ ഇതേ സിറ്റുവേഷനിലായിരുന്നു അയാൾ, എന്നിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച കണ്ടില്ലേ? ഇങ്ങനെ കുറ്റപ്പെടുത്തും നമ്മൾ. ഇനിയിപ്പോൾ ഇതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ വിട്ടേക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? പക്ഷേ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്താ അറിയാമോ? ആ ചെടി ആ വെളിയിൽ അതിന് ചുറ്റും ഉണ്ടായിരുന്ന അത്രയും അതിന് ചുറ്റും ഉണ്ടായിരുന്ന ആ സാഹചര്യം അത്രയും മോശമായിട്ട് പോലും ഇറ്റ് വാസ് ട്രൈയിങ് ടു സർവൈവ് അല്ലേ? ആ ഓരോ ഇല വരുന്നതും അതിൻ്റെ ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടായിരുന്നു. ആ ചൂടത്തും അത് പിടിച്ച് നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. നമ്മൾ ചുമ്മാ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാലും ചെടി വളരത്തില്ല, ചെടിയുടെയും കൂടെ എഫേർട്ട് വേണമല്ലോ. ഇപ്പം എന്താ പറയുന്നത്, ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഒരാളുടെ പറ്റി എന്താ പറയുന്നത്, സാധാരണ ഒരുപാട് അങ്ങ് സീരിയസ് ആയി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയത്തില്ല മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന്. പറഞ്ഞാൽ എന്താ, മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ല. സെയിം തിങ്, നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്, പക്ഷേ ചെടി അതിനോട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അതിന് വേണമെങ്കിൽ അളിഞ്ഞു പോകാം, വേറെ അളിഞ്ഞു പോകാം വെള്ളം കൊടുക്കുമ്പോൾ, ഒരുപാട് വെള്ളം ആയി കഴിയുമ്പോൾ. പക്ഷേ അത് റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അത് അളിഞ്ഞു പോകാതെ വീണ്ടും ഓരോരോ ഇലയെങ്കിലും വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയതാ, നമ്മുടെ ലൈഫിലും ഇതുപോലെ പല 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 കാര്യങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാകും നമുക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ പല ആൾക്കാരെ പറ്റി ചിന്തിക്കും, അവരങ്ങനെ ചെയ്തായിരുന്നു, ഇവരിങ്ങനെ ചെയ്തായിരുന്നു, അവരൊക്കെ ചെയ്തു, ഞാൻ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് സ്വയം കുറ്റപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ. കാരണം ഒന്നുമില്ലായിരുന്നു, അടി കിട്ടാത്ത തന്നെയാണെന്ന് ഇപ്പോൾ അമ്മ ഉൾപ്പെടെയുള്ളവർ പറയും. പക്ഷേ എന്നാലും പറയുക. അപ്പം പണ്ട് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ദീദി വന്ന സമയത്ത്, ആ സമയത്ത് പറഞ്ഞ കാര്യം തന്നെ. പണ്ട് ഞാനതൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചെയ്യാൻ പറ്റത്തിന് കാരണം ചിലപ്പം ഞാൻ അതിൻ്റെ റീസൺ പറഞ്ഞാൽ അതൊരു ജസ്റ്റിഫയബിൾ റീസൺ ആയിട്ട് എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവാം. അതുകൊണ്ട് റീസൺ പറയുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്താ, നിനക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ, അല്ലെങ്കിൽ തനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ, വേറെ ആരും അതൊന്നും ചെയ്യുന്നില്ലേ, വേറെ ആരും സമയത്ത് സെയിം ഒരു മെൻറ്റാലിറ്റി. പക്ഷേ നമ്മൾ എത്രയും എഫേർട്ട് ഇടുന്നുണ്ടെന്ന് ആ എഫേർട്ട് ഇടുന്ന ആളിനെ അറിയുള്ളൂ. ഇപ്പോൾ ആ ചെടിക്ക് മാത്രമേ അറിയുള്ളൂ അത് എത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടാകും ആ ഒരു ഇല ഒന്ന് വെളിയിലോട്ട് വരാനെന്ന്, ഇല്ലേ? അപ്പോൾ നമ്മളതിനെ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ അതിന് ആ ജീവിക്കാനുള്ള ആ ഒരു ഇത് പോലും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ, ആ ഒരു ചാൻസ് പോലും കൊടുക്കുന്നില്ല. മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെയല്ലേ? മനുഷ്യരുടെ കാര്യത്തിൽ എന്താ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ വാക്കുകൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ഒന്ന് പൊങ്ങിയൊരു പൗഡർ കുത്തി കൊടുക്കും, ഇത്ര ആയുള്ളൂ നീ ഇത് ചെയ്തിട്ട് എന്ന് ചോദിക്കും. സമയം പൊക്കോണ്ടിരിക്കുക, എത്ര ആയിട്ടുള്ളോ എന്ന് ചോദിക്കും. അതേസമയം എത്രയെങ്കിലും ആയി അല്ലേ, അപ്പോൾ ഇനി ട്രൈ ചെയ്താൽ മതി, വീണ്ടും വരും, അങ്ങനെ പറഞ്ഞാൽ അത് ഡിഫറെൻറ്റാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചില കാര്യങ്ങൾ മാറിക്കഴിയുമ്പം തന്നെ നമ്മൾ ആ ഇടുന്ന എഫേർട്ടിൻ്റെ ഒക്കെ റിസൾട്ട് വരും, ആസ് ലോങ് ആസ് യു നോട്ട് ഗിവിങ് അപ്പ്. ഈ കറക്റ്റ് സമയമാകുമ്പോൾ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ സമയം ശരിയാകുമ്പോൾ എല്ലാം ശരിയാവും എന്നുള്ള പറച്ചിൽ ടു എൻ എക്സ്റ്റെൻറ്റ് വെരി ട്രൂ. കാരണം ഈ പറയുന്ന പോലെ നമുക്ക് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില ഫാക്ടേഴ്സ് മാറുമ്പോൾ തനിയെ കാര്യങ്ങൾ പലതും ശരിയാവും. പ്ലസ് ആ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇടണമല്ലോ, ഇല്ലേ? സോ as long as you're not giving up, as long as you're trying, your time is always right. But the moment you give up, അപ്പം തൊട്ട് തുടങ്ങും നമ്മുടെ മോശ സമയം. അപ്പം നമ്മളിങ്ങനെ ജാതകമൊക്കെ നോക്കുമ്പം ഇത് തൊട്ട് ഇതുവരെ മോശ സമയമാണ്. ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങളും കൊണ്ടും ഉണ്ടാവാം, അതിൽ എനിക്ക് വിശ്വാസം ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മളായിട്ട് ഇടേണ്ട ചില എഫേർട്സ്, നമ്മുടെ സമയം മോശമാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ആ ചെടി ഇത് സീസൺ ചൂടല്ലേ, ഇനിയിപ്പോൾ ചൂട് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും വളരാൻ ശ്രമിക്കാം, അതുവരെ ഇങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴേ പോയേനെ, ഇല്ലേ? അതിന് പകരം ഇറ്റ് വാസ് ട്രൈങ് ടു സർവൈവ്. അതിന് എന്തൊക്കെ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ മണ്ണിനകത്തുനിന്ന് എന്തൊക്കെ അതിന് കിട്ടുന്നുണ്ടായിരുന്നോ അതൊക്കെ വലിച്ചെടുത്ത് അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അതിന് അത്രയെങ്കിലും വരാൻ പറ്റിയേ. സോ അതേപോലെ നമുക്ക് എക്സ്റ്റേണലി എന്തൊക്കെ അതിന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ അതിന് എളുപ്പമായി കാര്യങ്ങൾ, ഇല്ലേ? അപ്പോൾ എക്സ്റ്റേണലി നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെടിക്കും കുറച്ചുകൂടെ എളുപ്പമായി. സോ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? ഒരാളിപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പം നമുക്ക് പോയിട്ട് ഈ കുത്തി നോവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെ പോയിട്ട് ഇതെന്താ ഇതുവരെ ഒന്നും ആയില്ലേ, അല്ലെങ്കിൽ ഇതിപ്പം ആ വീട്ടിലെ കുട്ടി അത് തന്നെയാണല്ലോ, അല്ലെങ്കിൽ അവരുടെ ഇത് തന്നെയാണല്ലോ, എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നില്ലേ, പിന്നെന്താ തനിക്ക് ചെയ്താലും ചോദിക്കുന്നത്. പക്ഷേ ആ ആളല്ലല്ലോ ഞാൻ, അല്ലെങ്കിൽ ആ ആളല്ലല്ലോ നമ്മൾ സംസാരിക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത്. ഓരോ ആൾക്കാരുടെയും ലൈഫ് ഡിഫറെൻറ്റാണ്, ഓരോ ലിവിങ് ബീയിങ്ങിൻ്റെയും ലൈഫ് ഡിഫറെൻറ്റാണ്. ചിലപ്പം സെയിം സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു
2 3 പേർക്ക് അവർ ചൂസ് ചെയ്യുന്ന പാത്ത് വേറെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താ ശബരിമല പോകുമ്പോൾ നമുക്ക് കാട്ടിൽ കൂടെയും പോവാം, അല്ലാതെ ഉള്ള റോഡിൽ കൂടെയും പോകാം. സോ ഇറ്റ്സ് ഓൾവേസ് ഡിഫറെൻറ്റ് അല്ലേ. നമ്മൾ പോകുന്ന വഴി എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരാൾ പോകുന്ന വഴിയിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളൊന്നും വേറൊരാൾ അനുഭവിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ആ ആൾ ചിലപ്പോൾ നേരത്തെ ചെല്ലും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ ആൾ ജയിക്കത്തില്ലെന്നോ അല്ലെങ്കിൽ ആ ആളുടെ അൾട്ടിമേറ്റ് ഗോൾ എത്തില്ലെന്നോ അല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഇപ്പം എന്താ മാത്സിൽ പറയുകയാണെങ്കിൽ 1 + 3 4 ആണ്, 2 + 2 4 ആണ്, പിന്നെന്താ പറയുന്നത് 5 - 1 4 ആണ്. അപ്പോൾ ഈ 4 കിട്ടാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അതേപോലെ എല്ലാവരുടെയും ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന പാത്ത് ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനും അവരവരുടേതായ കാരണങ്ങളുണ്ടാവും. അത് ചിലപ്പം പുറമെ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് അതിന് പറയാത്തതിന് 2 റീസൺ കാണും. ഒന്ന്, പറഞ്ഞിട്ട് മനസ്സിലാവാൻ പോകുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ എന്തിനാ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ എങ്ങനെ അങ്ങ് ക്രിറ്റിസിസമാണ് അല്ലേ. അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, നിനക്കെന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അതേ സമയത്ത് സാരമില്ല, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന, ഇതിപ്പോൾ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, നീ എന്നിട്ടും ഇത്രയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനെ പറയുമ്പോൾ അത് ഡിഫറെൻറ്റാണ് അല്ലേ. സോ മാക്സിമം നമ്മളിങ്ങനെ നമുക്കിപ്പം ഈ അപ്രിഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നതൊക്കെ തീരെ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പം. ചെറിയൊരു കാര്യം ഇപ്പം നമുക്ക് കാണുമ്പോൾ ചെറിയൊരു കാര്യം തോന്നുമായിരിക്കും, പക്ഷെ ആ ചെറിയ കാര്യം ചെയ്യാനായിട്ട് ആൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും നമ്മളത് ഒരിക്കലും ചിന്തിക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവരെന്തെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളോട് നമ്മൾ വളരെ ഇതായിട്ട് സംസാരിക്കും. അവർ ചെറിയൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ കൊള്ളാലോ എന്ന് പറയത്തില്ലേ. അപ്പോൾ ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. അത് ചെറിയ കാര്യമായിരിക്കും നമുക്ക്, പക്ഷെ അത് ഭയങ്കര വലിയ കാര്യമായിരിക്കുമല്ലോ ആ കുഞ്ഞിന്. അതേപോലെയാണ് വളരുമ്പോഴും അപ്രിസിയേഷനും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് അല്ലേ. ആ വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാലും അത് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ് സപ്പോർട്ട്. ഒരാൾക്ക് സെൽഫ് മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ എന്താ സെൽഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ശരിയാവുള്ളൂ. ടു ആൻ എക്സ്റ്റെൻറ്റ് യെസ്, സെൽഫ് മോട്ടിവേഷൻ വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതിപ്പോൾ 100 പേര് വേറെ പറഞ്ഞാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പറ്റത്തില്ല, ശരിയാണ്. പക്ഷേ പുറമേ ഉള്ള ഒരാൾ വന്നിട്ട് നമ്മൾ നന്നായിട്ടുണ്ട് കേട്ടോ അത് ചെയ്തത് എന്ന് പറയുമ്പം കിട്ടുന്ന ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ബൂസ്റ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലത്. അതുകൊണ്ട് മാക്സിമം നമ്മളിങ്ങനെ ഒരാളെ നമ്മുടേതായ റീസൺസ് വെച്ച് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ വരാതെ ഓക്കെ ഇതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യാത്തത്, അതുകൊണ്ടാവണമെന്നില്ല. അതിന് വേറെ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വാലിഡ് ആയിട്ടുള്ള വേറെ റീസൺ കാണും അല്ലേ. സോ മാക്സിമം എത്രയൊക്കെ നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റും, ഉപദ്രവിക്കരുത്. സഹായിച്ചില്ലെങ്കിൽ സാരല്ല, ഉപദ്രവിക്കാതിരിക്കുക അല്ല. ആ ചെടിയെ എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് എടുത്ത് കളയായിരുന്നു. അതേ മെൻറ്റാലിറ്റിയിലാണ് ഞാൻ അന്ന് ചെടിയനത്തുനിന്ന് മാറ്റിയത്. പക്ഷേ വേര് കണ്ടതുകൊണ്ട് മാത്രമാണ് ശരി മണ്ണൊന്ന് മാറ്റി നോക്കാൻ ശരിയായാലോ എന്ന് തോന്നിയത് അല്ലേ. സോ ആ ഒരു അങ്ങനെ തോന്നിയതിന് എനിക്ക് എന്നോട് തന്നെ ഒരുപാട് ഇത് തോന്നുക. ഇവിടെ ഇരിക്കുന്ന പല ചെടികളും അങ്ങനെയാണ്. പല ചെടിയെന്ന് മാത്രമല്ല, മീനിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു അങ്ങനെ. ഇതിനകത്ത് 2 കണ്ണും പോയൊരു മീനുണ്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ. സെയിം അതിൻ്റെ സിറ്റുവേഷൻ ഇത് തന്നെയാണ്. പക്ഷേ അത് പിടിച്ച് നിൽക്കുന്നത് ബാക്കി അതിനകത്ത് കിടക്കുന്നതൊക്കെ വലിയ ആൾക്കാരാണ്, എല്ലാം വലിയ വലിയ മീനാണ് ഇത് കിടക്കുന്നത്, ഷാർക്കൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ കൂടെ കണ്ണ് കാണുന്നില്ലെങ്കിലും ഇദ്ദേഹം പിടിച്ച് നിൽക്കുന്നല്ലോ എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതുപോലെ നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ അവിടെ മാക്സിമം പിടിച്ചിരിക്കുക. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലും കുറ്റപ്പെടുത്താനായിരിക്കും ആൾക്കാരുണ്ടാവുന്നത്. നമ്മുടെ ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന കാര്യം, നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആ ഗോളിൻ്റെ അടുത്തുനിന്ന് നമ്മളെ ദൂരോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിനെക്കാട്ടിലും അതിന് ഫോഴ്സിൽ അപ്പുറത്തെ ചെവി കൂടെ കളയുക, അത്രേ ഉള്ളൂ. ഞാൻ വളരെ ലേറ്റായിട്ട് ഇപ്പം ഫുള്ളി ആ ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും, ദേഷ്യവും വരും ചിലപ്പോൾ. പക്ഷേ എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നൊരു കാര്യം അത്. ഇപ്പോൾ അഖിൽ ഇവിടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, തൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറയുമ്പം തനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കളഞ്ഞേക്കാം. അത് പിന്നെ എന്തിനാ തലയിലിട്ടിട്ട് ഇങ്ങനെ അവരെന്നാലും അങ്ങനെ പറഞ്ഞില്ലേ, അവരങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമല്ലേ, പിന്നെ എന്തിനാ അതേപ്പറ്റി ചിന്തിച്ച് വെറുതെ സമയം കളയുന്നത്, അതിൻ്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മാക്സിമം ആ നമ്മുടെ ഡേയ്സി ചെടി പിടിച്ച് നിൽക്കാൻ ശ്രമിച്ച പോലെ നമ്മളെല്ലാവരും അങ്ങ് പിടിച്ച് വേരങ്ങ് ഉറപ്പിച്ച് അവിടെ വെച്ചേക്കാം. ബാക്കി ചുറ്റിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോൾ നമ്മളും അങ്ങ് ശരിയാവും. വിടരുത് ഇങ്ങനെ ഐ എം നോട്ട് ഗിവിങ് അപ്പ് എന്നിങ്ങനെ ഉറപ്പിച്ചങ്ങ് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി.
എന്ത് പ്രശ്നം വന്നാലും. ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് കൂടുതൽ സമയം എടുത്തു എന്ന് വരും. ആയിക്കോട്ടെ, പക്ഷെ അത് അവസാനം അങ്ങനെ തന്നെ വരുമല്ലോ. ആ ഒരിത് വേണം, ആ ഒരിതുണ്ടായാൽ മതി. ഞാനിത് എത്ര ട്രൈ ചെയ്യേണ്ടി വരും. കൊച്ചു പിള്ളേരെ ഈ എണീറ്റ് നിൽക്കാൻ നോക്കുമ്പോൾ കാണത്തില്ലേ, അവരൊന്ന് എണീറ്റ് നിൽക്കാൻ നോക്കും, താഴെ വീഴും, പിന്നെ എണീറ്റ് നിൽക്കാൻ നോക്കും, താഴെ വീഴും. പക്ഷേ അവർ നിൽക്കുന്നവരെ അവർ ട്രൈ ചെയ്യും ഇല്ലേ? അതേപോലെ ഈ ഗൗരി വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഇത് ശരിയാണല്ലോ, അങ്ങനെ ഒരു റിയലൈസേഷൻ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെയാണ് ഈ ചെടിയെ നോക്കുമ്പോഴും മീനിനെ നോക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇത് മോട്ടിവേഷണൽ ടോക്കൊന്നും അല്ല, ഉപദേശമല്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം, റിയലൈസ് ചെയ്തെന്നല്ല, എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, പ്രകൃതി എന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യം, എല്ലാവരും ഈ എന്നെ പോലെ മറന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് വിചാരിച്ച് പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ, ഗിവ് യുവർ സെൽഫ് ടൈം, ഇറ്റ്സ് ഓക്കെ, അബ്സല്യൂട്ട്ലി ഫൈൻ. അത് കുറച്ച് സമയം എടുത്താലും സാരമില്ല, പതുക്കെ മതി. ഇതിപ്പോൾ ഓടി എങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമുണ്ടല്ലോ, ഞാനത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ പ്രോക്രാസ്റ്റിനേഷൻ അല്ല ഉദ്ദേശിച്ചത്. പക്ഷേ റഷ് ചെയ്യണ്ട, റഷ് ചെയ്തൊന്നും ശരിയാകത്തില്ല. ഇപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് തന്നെ 9 മാസം കംപ്ലീറ്റ് എടുത്താലേ പറ്റുള്ളൂ അല്ലേ? ഈ 9 മാസത്തിന് മുമ്പിൽ ചിലപ്പം പ്രിമച്വർ ബേബീസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇല്ല, എനിക്ക് 9 മാസം കിടക്കാൻ പറ്റത്തില്ല, 5 മാസം കഴിയുമ്പോൾ ഞാൻ പുറത്ത് വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? ആ 9 മാസത്തെ ആ ഒരു തീർന്നു കഴിഞ്ഞാലേ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് വളർച്ച വന്ന് പുറത്തോട്ട് വരാൻ പറ്റുള്ളൂ. സെയിം, ചുമ്മാ തിരക്കൂട്ടി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമയം കൊടുക്കുക, അതിനുള്ളിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് കൂടുതൽ സമയം എടുത്താലും സാരമില്ല, ഫൈനലി അവിടെ തന്നെ എത്തും. അപ്പോൾ ആരും പേടിക്കണ്ട, എല്ലാം ശരിയാവും.